സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നതാണ് നോക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം തന്നെ കാണാം നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു അനുഭവക്കുറിപ്പാണ് കേട്ടോ തന്നിരിക്കുന്നത്. അതായത്, ഞാൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം പുതിയ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. ഒരു മുസ്ലിം ആണെന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചായിരുന്നു ഞാൻ മുൻനിരയിൽ പൂനൂലിട്ട് രാമനാഥ ശാസ്ത്രികളുടെ തൊട്ടടുത്താണ് പതിവായി ഇരിക്കുന്നത്. ഹൈന്ദവ പുരോഹിതൻ്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല. താൻ മനസ്സിലാക്കിയിരുന്ന സാമൂഹിക ക്രമം അനുസരിച്ച് എന്നോട് എഴുന്നേറ്റ് പോയി പിൻനിരയിലേ ഇരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എനിക്ക് വലിയ ദുഃഖം തോന്നി. രാമനാഥ ശാസ്ത്രിയും സങ്കടപ്പെട്ടു. പിൻനിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിതുമ്പിക്കരയുന്ന അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ മായാത്ത മുദ്രയായി. സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഇരുവരും മാതാപിതാക്കളോട് ഈ സംഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ലക്ഷ്മണ ശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിച്ചു. എന്നിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷമം പരത്തരുതെന്ന് പറയുകയുണ്ടായി. തൻ്റെ തെറ്റായ പ്രവൃത്തിയിൽ ആ അധ്യാപകൻ ഖേദിച്ചെന്നു മാത്രമല്ല, ലക്ഷ്മണ ശാസ്ത്രി നൽകിയ ശക്തമായ സന്ദേശത്തിൻ്റെ ചൈതന്യം വഴി ആത്യന്തികമായി പരിവർത്തപ്പെടുകയുമുണ്ടായി. അഗ്നിച്ചിറകുകളിലാണ് അദ്ദേഹത്തിൻ്റെ ഈ അനുഭവം പറഞ്ഞിരിക്കുന്നത്. അതായത്, സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു എന്നാണ് APJ അബ്ദുൽ കലാം ഈ അനുഭവത്തിൽ സൂചിപ്പിക്കുന്നത്. അതായത് എന്താണ്, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അല്ലേ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിഭാഗക്കാരുണ്ട്. അങ്ങനെ ചില വിഭാഗക്കാർക്ക് കേട്ടോ, എല്ലാം എന്നല്ല പറയുന്നത്, ചില വിഭാഗക്കാർക്ക് അവരർഹിക്കുന്ന പരിഗണന കിട്ടാതെ സമൂഹത്തിൽ നിന്ന് എന്താണ് മാറ്റി നിർത്തപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് എന്ത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ പറയുന്നത്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചനം തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം നമുക്ക് അനീതി എന്താണെന്ന് പറയുന്നത്, അതായത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ. അതായത് എന്താണ്, നമുക്കറിയില്ല നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിഭാഗക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിഭാഗക്കാർ ഇപ്പോൾ പറഞ്ഞോളൂ അല്ലേ, പണ്ടുകാലത്ത് ഒരുപാട് വിഭാഗങ്ങളും വിഭജനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ സമൂഹത്തിലെ മുൻനിരയിൽ നിന്ന് എന്താണ് ഇത്തരത്തിലുള്ള ചില വിഭാഗക്കാർ എന്ത് ചെയ്യപ്പെട്ടിരുന്നു, മാറ്റി നിർത്തപ്പെട്ടിരുന്നു. അതേപോലെ എന്താണ്, അങ്ങനെയുള്ളവർക്ക് എന്താണ് അവസരങ്ങൾ നിഷേധിച്ചിരുന്നു. അവർക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും ഈ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്തിരുന്നു, അവർക്ക് കിട്ടാതെ പോയിരുന്നു. അതുപോലെ സാമൂഹികമായി വിവേചനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഇതിലുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഓരോ പ്രവണതകളെയാണ് അനീതി എന്ന് പറയുന്നത്. മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു. അതായത് എന്താണ്, മുൻവിധിയോടെ അല്ലേ, അതായത് മുൻകൂട്ടി, അതായത് ഇന്ന ആൾക്കാർ ഇവിടെ വേണ്ട, അങ്ങനെയുള്ള ഒരു മുൻവിധിയോടെ എന്താണ് ചില സാമൂഹിക വിഭാഗങ്ങളെ എന്ത് ചെയ്യപ്പെട്ടിരുന്നു, അവരുടെ ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ അല്ലെങ്കിൽ വർഗത്തിൻ്റെയോ പേരിലൊക്കെ എന്ത് ചെയ്തിരുന്നു, അവിടെ നിന്ന് ഒഴിവാക്കിയിരുന്നു. കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കുക, അവസരങ്ങളുണ്ടായിട്ടും നൽകാതിരിക്കുക, വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെയും ചില സാമൂഹിക വിഭാഗങ്ങളെ അരികുകളിലേക്ക് ആക്കിയിരുന്നു. അതായത് എന്താണ്, ഒരുവിധം എല്ലാവർക്കും എന്താണ് അവരുടേതായ കഴിവുകളും ഒക്കെ ഉണ്ട് അല്ലേ. അതായത് എത്ര കഴിവുണ്ടായിട്ടും, ചിലപ്പോൾ നല്ലവണ്ണം കഴിവുണ്ടാവുമായിരിക്കും, പക്ഷേ എത്ര കഴിവുണ്ടായിട്ടും എന്താണ് അവരെ എന്ത് ചെയ്യുന്ന ഒന്നില്ലെങ്കിൽ തൊഴിലിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസമൊക്കെ എന്ത് ചെയ്യുന്നു, അവസരങ്ങളും നിഷേധിക്കുക അല്ലേ. എത്ര കഴിവുണ്ടായിട്ടും ഏത് തൊഴിലാണെങ്കിലും ശരി, വിദ്യാഭ്യാസം ഒന്നും എന്താണ് അവർക്ക്
അവർക്ക് നിഷേധിക്കുക, അവർക്ക് കിട്ടേണ്ട അവസരങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിഷേധിക്കുക. അതുപോലെ അവസരങ്ങൾ ഉണ്ടായിട്ട് നൽകാതിരിക്കുക അല്ലേ. ചിലപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു എലിജിബിലിറ്റി ഉണ്ടാവും, പക്ഷേ ഇന്ന കാരണം കൊണ്ട് എന്ത് ചെയ്യുക, അവർക്കത് നൽകാതിരിക്കുക. അതുപോലെ വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക അല്ലേ. എന്തൊക്കെയാണെങ്കിൽ എന്താണ്, അതൊരു വ്യക്തിയാണല്ലേ. ഇപ്പം ഇതിൽ പറയുന്ന പോലെ സമൂഹത്തിൽ വിവേചനം കിട്ടുന്ന അല്ലെങ്കിൽ വിവേചനമുള്ള ഒരു വ്യക്തി ഒരു സമൂഹമാണെങ്കിലും എന്താണ്, അതൊരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ ആ വ്യക്തി എന്ന നിലയിലുള്ള ഒരു പരിഗണനയും കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെയും ചില സാമൂഹിക വിഭാഗങ്ങളെ അതിരുവൽക്കരിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ പിന്നെയോ, സാമൂഹിക നീതി നേടിയെടുക്കുന്നതിനായി നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മളിതിൽ ഇങ്ങനത്തെ സാമൂഹിക നീതി അതായത് ഇങ്ങനെ അസമത്വം ഉള്ള ഒരു സ്ഥലത്ത് എന്താണ്, അവർക്ക് വേണ്ടി സാമൂഹിക നീതിക്ക് വേണ്ടി പോരാടിയ പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചും സംഭാവനകളെക്കുറിച്ചുമാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ അരിക്, വശം, പാർശ്വം എന്നൊക്കെയുള്ള പദങ്ങൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെയോ, തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ. അതായത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്താണ്, ഇപ്പം ഉയർന്നവനെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ, നമ്മളൊക്കെ ഇന്ത്യൻ ഭരണഘടന എന്തുണ്ട്, ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ എന്നൊരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എന്താണ് നൽകുന്നത്, തുല്യമായ പരിഗണനയാണ് നൽകുന്നത് അല്ലേ. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്, അതിനുള്ള അവകാശം ഇന്ന് ഉണ്ടല്ലേ. അതുപോലെ തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചില വിഭാഗങ്ങളെ മാത്രം എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്, അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. ഇനിയോ, സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കുന്നത് ചില കാരണങ്ങൾ കൊണ്ടാണ്. അതിൽ ഒരു 4 പിക്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്, കുടിയൊഴിപ്പിക്കലുണ്ട് അല്ലേ, ഇവിടുന്ന് മാറ്റുന്നുണ്ട്. പിന്നെയോ പ്രകൃതിക്ഷോഭങ്ങൾ അല്ലേ, അതുപോലെ കടൽ കയറി വരുന്നതൊക്കെ ഉണ്ട് അല്ലേ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. പിന്നെയോ പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായുണ്ടായിരുന്ന വസ്തുക്കൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു അല്ലേ. അതായത് പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും ഉണ്ടാവുന്നുണ്ട് അല്ലേ. നമ്മുടെ ഈ ഭൂമിയിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, വെള്ളപ്പൊക്കം ഉണ്ടാവുന്നുണ്ട്, അതുപോലെ മണ്ണിടിച്ചിലുണ്ടാവുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ. പിന്നെയോ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ അല്ലേ, മനുഷ്യന്മാരുടെ ഒരു പ്രവൃത്തി കാരണം നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട് അല്ലേ. അങ്ങനെ അങ്ങനത്തെ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാവുന്നതിലൂടെ എന്താണ്, ഒരാൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ എന്ത് ചെയ്യപ്പെടുന്നതാണ്, നഷ്ടപ്പെടുകയാണ് അല്ലേ. അങ്ങനെ നഷ്ടപ്പെടുന്നതിലൂടെ എന്താവുന്നു, അരികുവൽക്കരണം ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അതിരുവൽക്കരണം അനുഭവിക്കുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിലെ അത് എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം, അങ്ങനത്തെയൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. പിന്നെയോ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്ന് പറയുന്നതോ യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലയിലെ ദുരന്തങ്ങൾ, അങ്ങനത്തെയൊക്കെയാണ് മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ. ഇവയിലൂടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മുടെ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ നഷ്ടപ്പെടുന്നതിലൂടെ എന്താവുന്നുണ്ട്, അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നു. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇതിനുദാഹരണമാണ്. അതായത് ജാതി, മതം, ലിംഗം,
ഗോത്രം പദവിയിലൂടെ ഇത്രയും ഒരു ഇതിലൂടെ എന്താണ് ഇതിൻ്റെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ എന്ത് ചെയ്യുന്നുണ്ട്, മനഃപൂർവ്വം ഒഴിവാക്കി വിടുന്നുണ്ട് ഇല്ലേ. ജാതിയുടെയോ മതത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ഒക്കെ ഒരു വ്യത്യാസത്തിൽ ചില വിഭാഗക്കാരെ ചിലരെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, മനഃപൂർവ്വം ഒഴിവാക്കുന്നുണ്ട് ഇല്ലേ. ആ ഒഴിവാക്കുന്നത് വഴി എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് അല്ലേ. പണ്ടൊക്കെ എന്തായിരുന്നു, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കോ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് അല്ലേ, അതുപോലെ ലിംഗവ്യത്യാസത്തിൽ സ്ത്രീകൾക്കൊക്കെ വിദ്യാഭ്യാസം എന്ത് ചെയ്യപ്പെട്ടിരുന്നു, നിഷേധിക്കപ്പെട്ടിരുന്നു അല്ലേ. ഇതാണ് ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നത്. ഇനി അരികുവൽക്കരണത്തിൻ്റെ മറ്റു കാരണങ്ങൾ കണ്ടെത്തി വിവിധ തരം അരികുവൽക്കരണത്തെക്കുറിച്ച് ചർച്ച നടത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിന് കുറച്ച് സൂചകങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒഴിവാക്കൽ, പ്രകൃതി ദുരന്തങ്ങൾ, കുടിയൊഴിപ്പിക്കൽ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങളൊക്കെ അതിൻ്റെ ഒരു ഹിൻ്റായിട്ട് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത് എന്ന് ചോദിക്കുന്നത്. ഇനി സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവർ ഇതിനുദാഹരണമാണ്. സമൂഹത്തിൽ അരികുവൽക്കരണം നേടുന്നവർക്ക് ഉദാഹരണങ്ങളാണ് എന്തൊക്കെ? സ്ത്രീകളെ, ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവർ കേട്ടോ. ഇനി ഇതിൽ ഓരോ വിഭാഗത്തിനും അരികുവൽക്കരണത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ വലിയ ചരിത്രമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വിഭാഗങ്ങൾ പറഞ്ഞല്ലേ ഉദാഹരണമായിട്ട്, അതിൽ ഓരോരുത്തർക്കും എന്താണ് അവരുടേതായ ചില ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ അയ്യങ്കാളിയുടെ ഇതുപോലെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു വാർത്തയാണ് കേട്ടോ കാണിക്കുന്നത്. താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായ വിദ്യാഭ്യാസ അവസരങ്ങൾ ഉന്നത ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. അത് നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവില്ലേ. പണ്ട് താഴ്ന്ന ജാതിക്കാരും മേൽജാതിക്കാരും എന്ന് പറഞ്ഞ ഒരു തരംതിരിവൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ്, ഉയർന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. അവർ എന്ത് ചെയ്യപ്പെട്ടിരുന്നു, താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസങ്ങൾ നിഷേധിച്ചിരുന്നു അല്ലേ. അതിനു വേണ്ടിയുള്ള അവസരങ്ങളൊക്കെ എന്ത് ചെയ്യപ്പെട്ടിരുന്നു, നിഷേധിച്ചിരുന്നു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു, ഇങ്ങനെ നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസം എന്ത് ചെയ്യണമെന്നാണ്, തുല്യ അവസരങ്ങൾ ഉയർന്ന ജാതിക്കും താഴ്ന്ന ജാതിക്കും എന്ത് ചെയ്യപ്പെടണം, വിദ്യാഭ്യാസം തുല്യ അവസരങ്ങൾ ലഭിക്കണം. അതിനു വേണ്ടിയാണ് അദ്ദേഹം പരിശ്രമിച്ചത്. വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണത്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി നടത്തിയ സമരം പരിചയപ്പെട്ടുവല്ലോ. ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത് അല്ലേ. ദളിത് വിഭാഗക്കാരല്ലേ, ഇടയ്ക്ക് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. ദളിത് വിഭാഗക്കാർക്ക് ഒരുപാട് ഇന്നും നമ്മുടെ നാട്ടിൽ നോർത്തിലൊക്കെ കുറേ കോളേജിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവില്ലേ. ദളിത് വിഭാഗക്കാർക്ക് ഒരുപാട് ജാതിയുടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടു എന്ന്. അതുപോലെയാണ് ദളിത് വിഭാഗക്കാർക്ക് വാഹനങ്ങളിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന ഒരു കാലമായിരുന്നു മുൻപ് നിലനിന്നിരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്ക് ഉണ്ടായിരുന്നു. അതായത് ഈ ദളിത് വിഭാഗക്കാർക്ക് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ അവരുടെ അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം എന്ത് ചെയ്യപ്പെട്ടിരുന്നു, നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അവർക്ക്.
ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യലംഘനമാണ് അല്ലേ. അത് നമുക്ക് അറിയാം അല്ലേ. ഇന്നൊക്കെ എന്താണ് ഈ ഇങ്ങനത്തെ വിവേചനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഗുരുതരമായ ഒരു മനുഷ്യാവകാശ ലംഘനമാണ് അല്ലേ. അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നായിരുന്നു അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുടെയും നിലപാട്. അതായത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് മഹത് വ്യക്തികളുണ്ടെന്ന് പറഞ്ഞല്ലേ. അവരുടെ എല്ലാ നിലപാട് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇതിനെയെല്ലാം ഒഴിവാക്കാൻ അല്ലേ. ഇതിനെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്നായിരുന്നു, ഇങ്ങനത്തെ ആൾക്കാർക്ക് വിദ്യാഭ്യാസം നൽകുക അല്ലേ. വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു ഇതിനൊരു ഇവരുടെ ഉന്നമനത്തിനായിട്ട് പല വ്യക്തികളുടെയും നിലപാടെന്ന് പറയുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റു നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി അരികുവൽക്കരണത്തെ എതിർത്തവരാണ്. അതായത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശമാണ്. അദ്ദേഹവും അതുപോലെ മറ്റ് നവോത്ഥാന നേതാക്കളും ഈ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരം നൽകി അരികുവൽക്കരണത്തെ എതിർത്തവരാണ് അല്ലേ. ഈ അരികുവൽക്കരണത്തിനെ എതിർത്തിട്ട് അവർക്ക് എന്ത് വേണമെന്നായിരുന്നു, ആധുനിക വിദ്യാഭ്യാസം നൽകണമെന്നായിരുന്നു അല്ലേ അവരുടെ എല്ലാം ആഗ്രഹം. അതുപോലെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൾ മുഹമ്മദ് ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ അതിന് ഉദാഹരണമാണ്. ഇവരൊക്കെയാണ് പ്രധാന നവോത്ഥാന നേതാക്കൾ കേട്ടോ. അവരുടെയൊക്കെ പിക്ചേഴ്സാണ് ഈ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കുന്നത് ജ്യോതിറാവ് ഫുലെയാണ്. 1827 to 1890. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. അതായത് ദളിത് എന്ന് വെച്ചാൽ എന്താണ്, ദളിത് വിഭാഗക്കാർ എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ, നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ. ആ ദളിത് എന്ന് പറഞ്ഞ പദം എന്ന് പറയുന്നത് എന്താണ്, ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ അല്ലേ. ഇങ്ങനെ ജാതിയുടെ മതത്തിൻ്റെയും പേരിലൊക്കെ ഒരുപാട് ചൂഷണങ്ങളൊക്കെ നേരിട്ട് വന്ന ആ ഒരു സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത് എന്ന് പറയുന്നത്. സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവ് ഫുലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. ഈ ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്, ജ്യോതിറാവ് ഫുലെയാണ്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുലെ സ്ഥാപിച്ചു. ഇദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു, ദളിതർക്കും അതുപോലെ സ്ത്രീകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. ഇനി അടുത്ത ആളാണ് സാവിത്രിബായ് ഫുലെ. 1831 1897. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു. അതായത് പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിൻ്റെ പ്രധാനാധ്യാപികയായിരുന്നു ആര്, സാവിത്രിബായ് ഫുലെ. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും നിശാ പാഠശാലകൾ സ്ഥാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അതായത് എന്താണ്, ഇവരുടെ ഈ സമഗ്രമായി വിദ്യാഭ്യാസ മേഖലയിൽ അവർ ചെയ്ത ഓരോ സംഭാവനകൾ, അവർ വരുത്തിയ ഓരോ മാറ്റങ്ങൾ അത് പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യപ്പെട്ടു, പൂനെ യൂണിവേഴ്സിറ്റിയെ എന്തായി പുനർനാമകരണം ചെയ്യപ്പെട്ടു, സാവിത്രിബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. ഇനി അടുത്ത ആളാണ് ആര്, പെരിയാർ EV രാമസ്വാമി നായിക്കർ. 1879 1973. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതി വിരുദ്ധ സമരനായകരിൽ ഒരാളുമാണ് ആര്, EV രാമസ്വാമി നായിക്കർ. എന്താണ്, സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ഇദ്ദേഹം. അതുപോലെ എന്താണ്, ഇന്ത്യയിലെ പ്രധാന ജാതി വിരുദ്ധ സമരനായകരിൽ ഒരാളും കൂടിയാണ്. സാമൂഹിക
പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു. അതായത് എന്താണ്, ബ്രാഹ്മണർക്ക് പണ്ട് നമുക്ക് ബ്രാഹ്മണർക്ക് എന്താണ് ഉയർന്ന ഒരു സ്ഥാനമായിരുന്നു അല്ലേ. ബ്രാഹ്മണരും ഒരുപാട് ഉയർന്ന ജാതി എന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതിനെതിരെ അങ്ങനത്തെ സാമൂഹിക വിവേചനത്തിനെതിരെ നിലകൊണ്ട ഒരു വ്യക്തിയാണ് ആര്, EV രാമസ്വാമി നായ്ക്കർ. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടെയായിരുന്നു പെരിയാർ. എന്താണ്, ഇദ്ദേഹം ഇത് കൂടാതെ എന്താണ്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം എന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അതിനു വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ആര്, EV രാമസ്വാമി നായ്ക്കർ. ദളിതരെ പോലെ തന്നെ സാമൂഹികമായി അരികുവൽക്കരണം നേരിടേണ്ടി വന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്രജനത എന്ന് പറയുന്നത്. അതിൽ പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിച്ചിരുന്ന ഗോത്രജനത സ്വന്തമായ അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അതായത് പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലയിൽ, അതായത് എന്താണ്, പ്രാചീന കാലം മുതൽ എന്ന് വെച്ചാൽ പണ്ട് കാലം മുതൽ തന്നെ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഒരു വിഭാഗമാണ് ഗോത്രജനത എന്ന് പറയുന്നത്. അവർക്ക് എന്താണ്, സ്വന്തമായ അറിവുകൾ നിർമ്മിക്കുകയും, അതായത് അവരെന്താണ് വേറെ ആരെങ്കിലും ചെയ്യുന്നത് പോലെ അവർക്ക് അവരുടേതായ കുറച്ച് കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും അവർക്ക് കുറച്ച് അറിവ് എന്തെങ്കിലും തോന്നിയിട്ട് അവർക്ക് ഇന്ന കാര്യങ്ങൾ പോലെ ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുക, അവരുടെ ഒരു ബുദ്ധി ഉപയോഗിച്ച് അവർ ഓരോ കാര്യങ്ങൾ നിർമ്മിക്കുകയും അത് എന്ത് ചെയ്യണം, അവരുടെ ജീവിതത്തിൽ പ്രയോഗിക്കുകയും അല്ലേ. അവ പ്രയോഗിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്, ജീവിക്കുകയും ചെയ്യുന്നത്. അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ്. അതായത് എന്താണ്, അവരുടേതായ ജീവിത രീതിയാണ്. അതായത് നമ്മളൊക്കെ ജീവിക്കുന്ന പോലെയൊന്നുമല്ല, അവർക്ക് പ്രത്യേകതരം ഒരു ജീവിത രീതിയൊക്കെ ഉണ്ട്. അവരെന്ത് ചെയ്യണം, അവരുടേതായ ജീവിത രീതിയും അവരുടേതായ കലകളും സാംസ്കാരിക മൂല്യങ്ങളും ഒക്കെ പിന്തുടർന്ന് ജീവിക്കുന്നവരാണ്. അവർ ഇന്നും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. ഗോത്രജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളേക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. വസിക്കുന്ന ഇടങ്ങളിലെ വിഭാഗങ്ങളിൽ പൂർണ്ണാധികാരം ഉണ്ടായിരുന്ന ഗോത്രജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി. അതുമൂലമാണ് ഈ സാമൂഹിക വിഭാഗം അരികുവൽക്കരിക്കപ്പെട്ടത്. അതായത് എന്താണ്, അവർ വസിക്കുന്ന ഇടങ്ങളിൽ വിഭാഗങ്ങളിൽ, അതായത് അവർ ഇപ്പോൾ ഒരു സ്ഥലത്ത് ജീവിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, അവരവിടെ ജീവിക്കുന്ന ഇടങ്ങളിൽ വിഭാഗങ്ങളിൽ അവിടുത്തെ പൂർണ്ണ അധികാരം ആർക്കുണ്ടായിരുന്നു, ഈ ഗോത്രജനതയ്ക്ക് ഉണ്ടായിരുന്നു. അതുപോലെ എന്താണ്, അങ്ങനെ ഉണ്ടായിരുന്ന ആ ഗോത്രജനതയ്ക്ക് അത്രയും പൂർണ്ണാധികാരം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, കാലക്രമേണ, അതായത് ഓരോ കാലം കഴിയും തോറും എന്താണ്, അവർക്ക് ആ അധികാരം എന്ത് ചെയ്യപ്പെട്ടെ, ക്രമേണ നഷ്ടമായി തുടങ്ങി. ആ നഷ്ടമായതിനെ തുടർന്നാണ് നഷ്ടമാവുന്നത് മൂലമാണ് അവർക്ക് ഇവിടെ അരികുവൽക്കരിക്കപ്പെടാൻ തുടങ്ങിയത്. ഇനി അടുത്ത ആളാണ് വെറിയർ എൽവിൻ. 1902 മുതൽ 1964 വരെ ഇന്ത്യൻ നരവംശശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് എൽവിൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ നരവംശശാസ്ത്രം, അതായത് മനുഷ്യരെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം അല്ലേ, നരവംശശാസ്ത്രം, അതിലേറ്റവും പ്രധാന സംഭാവന നൽകിയ ഒരു വ്യക്തികളിൽ ഒരാൾ. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതായത് ഗോത്ര വിഭാഗക്കാരുണ്ടല്ലോ, ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് അവരുടേതായ ജീവിത രീതിയും അവർക്ക് വേണ്ട സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരണത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തി. അതായത് ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം അല്ലേ, അതൊരു വേറെ തന്നെ ഒരു വിഭാഗമാണല്ലോ അല്ലേ. അതിൽ ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായി നിലനിന്നിരുന്നു. അതായത് സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ, അതായത് സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന തട്ടിൽ ഉള്ള ആൾക്കാർ അല്ലേ, ഉയർന്ന തട്ടിലുള്ള വിഭാഗക്കാർ,
അവർക്കുള്ള അറിവ്, അവരുടെ കല, അവരുടെ സംസ്കാരം അങ്ങനെയുള്ളതിന് മാത്രം ഏറ്റവും പ്രാധാന്യം നൽകിയ ഒരു കാലമായിരുന്നു എന്ത് പണ്ട് നിലനിന്നിരുന്നത്. എന്നാൽ കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായി ഉള്ളവരാണ് ആര്? ഗോത്രജനത എന്ന് പറയുന്നവർ. അതായത് ഗോത്രജനതയിലെ വിഭാഗക്കാർക്ക് എന്താണ് അവരുടേതായ പ്രത്യേകതരം കലകളൊക്കെ ഉണ്ട് അല്ലേ. അവർക്ക് അവരുടേതായ ചില എന്താ പറയുക ഡാൻസ്, അതുപോലെ അവരുടേതായ കുറച്ച് പാട്ടുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഭാഷ അവർക്ക്, അതായത് ഇപ്പം നമ്മളിപ്പോൾ മലയാളം സംസാരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് അവർക്ക് എന്താണ് മലയാളം അറിയായിരിക്കും, പക്ഷേ എന്താണ് അവരുടെ ഒരു ഭാഷ എന്ന് പറയുന്നത് എന്താണ് മലയാളം ആയിരിക്കില്ല, വേറെ ഒരു ഭാഷയായിരിക്കും. സാധാരണ നമ്മുടെ ഇവിടെ എൻ്റെ ഇവിടെ അടുത്തൊക്കെ ഒരുപാട് ഗോത്രം ഈ ആദിവാസി വിഭാഗക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് അവർ പറയുന്നത് ശരിക്കും നമുക്ക് എന്താ ഒന്നും മനസ്സിലാവില്ല. ഒരു പ്രത്യേകതരം ഭാഷയിലാണ് എന്ത് ചെയ്യുക അവർ സംസാരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാം അവർക്ക് മലയാളം അറിയുകയും ചെയ്യുമായിരിക്കും. പിന്നെ സാഹിത്യം, വൈദ്യം അല്ലേ. നമുക്കിപ്പോൾ നമ്മുടെ ഒരുവിധം എന്താണ് ഗോത്ര വിഭാഗക്കാർക്കൊക്കെ എന്താ ഒരുവിധം നാട്ടുവൈദ്യങ്ങളൊക്കെ അറിയുമല്ലേ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാലിന് എന്തെങ്കിലും പൊട്ടോ ചുളിവോ ഒടിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില ഈ പാമ്പ് കടിയൊക്കെ ഏൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ വൈദ്യം ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. അതൊക്കെ എന്താണ് ഈ ഗോത്ര വിഭാഗക്കാരുടെ അടുത്തുള്ള ഒരു പ്രത്യേകതരം കഴിവാണ് അല്ലേ. അവർക്ക് ഒരുപാട് നാട്ടറിവുകൾ ഉണ്ടാവും അല്ലേ. അവരുടെ പാരമ്പര്യമായിട്ട് കിട്ടി വരുന്ന ഒരുപാട് നാട്ടറിവുകൾ ഉണ്ടാവും. അതുപോലെ എന്താണ് അവർ ഈ വൈദ്യം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് നമ്മളൊക്കെ ഇപ്പം എന്താ എന്തെങ്കിലും ഒരു പനി വന്നിട്ടുണ്ട് നമ്മൾ ഓടി ഹോസ്പിറ്റലിൽ പോകുന്നു, നമ്മൾ മെഡിസിൻ എടുക്കുന്നു അല്ലേ. അത് ഉണ്ടാക്കുന്ന മെഡിസിൻസ്. പക്ഷേ ഇവരെന്താ ചെയ്യുന്നത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളിൽ എന്തെങ്കിലും ഇലകളോ കായ്കളോ തണ്ടൊക്കെ വേര് അങ്ങനത്തതൊക്കെ എടുത്ത് അത് അരച്ച് അങ്ങനെയൊക്കെയാണ് അല്ലേ അവർ വൈദ്യം ചെയ്യുന്നതും അവർ ഓരോ മെഡിസിൻസും കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ എന്താണ് അത് നല്ല നമുക്ക് ഏൽക്കുകയും ചെയ്യും അല്ലേ. പെട്ടെന്ന് സുഖം പ്രാപിക്കാനൊക്കെ അതെന്താണ് നല്ലതാണ് അല്ലേ. അങ്ങനെ ഒരുപാട് നാട്ടറിവ് വിജ്ഞാനവും ഒക്കെ ഉള്ളവരാണ് ഗോത്ര വിഭാഗക്കാരെന്ന് പറയുന്നത്. തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരും ഉണ്ട്. ഇനി അടുത്തെന്താ ഡോക്ടർ എ അയ്യപ്പനാണ് പറയുന്നത്. 1905 തൊട്ട് 1988 വരെ തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ 1905 ഫെബ്രുവരി 5-നാണ് അയ്യപ്പൻ്റെ ജനനം. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച മുഖ്യ നരവംശ ശാസ്ത്രജ്ഞനാണ്. അതായത് ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു നരവംശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എ അയ്യപ്പൻ എന്ന് പറയുന്നത്. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മലിനോസ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ച് പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി. അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് കൂടുതൽ ഇത് ചെയ്തത്? ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ച് ഒരുപാട് സമഗ്ര സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയായിരുന്നു. ഇനി അടുത്ത ഒരാളാണ് നഞ്ചിയമ്മ. ഇവരെ ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അവരുടെ ആ ഒരു പാട്ടും ഭയങ്കര ഫേമസ് ആണ് അല്ലേ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ഇതും ഒരുവിധം എല്ലാവരും ടി വിയിലൂടെ ന്യൂസിലൂടെയൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. പാലക്കാട് ഒരു അട്ടപ്പാടി എന്ന് പറഞ്ഞ ഒരു സ്ഥലം അല്ലേ പാലക്കാട് ജില്ലയിൽ. എന്താണ് കൂടുതലും ഗോത്ര വിഭാഗക്കാരുള്ള ഒരു സ്ഥലമാണ് അല്ലേ അട്ടപ്പാടി എന്ന് പറയുന്നത്. അവിടെ നിന്നുള്ള ഒരു ആളായിരുന്നു നഞ്ചിയമ്മ. അവർക്കാണ് 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ. കളക്കാത്ത സന്തനമേനെ വെകുവോക പൂത്തിരിക്ക എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത്. ഇത് അവർക്ക്
എന്താ പറയുക, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പുരസ്കാരം മേടിക്കുന്ന ഫോട്ടോയാണ് കേട്ടോ. ഇനി വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും അവർക്കുണ്ട്. അതായത് എന്താണ്, അവർ ഒരുപാട് വാദ്യോപകരണങ്ങൾ, അല്ലേ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തമായി ഉണ്ടാക്കാനൊക്കെ അറിയുന്നവരുണ്ട്. ഈ അത് അവർ തന്നെ സ്വന്തം നിർമ്മിച്ച് സ്വയം ഉപയോഗിക്കുന്നവരും ഉണ്ട്, അല്ലേ. അങ്ങനെ ഗോത്രവിഭവവുമായി ബന്ധപ്പെട്ട് ചില ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ, അല്ലേ, നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ മ്യൂസിയത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കാണാൻ സാധിക്കും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ മ്യൂസിയത്തിൽ കാണും. പണ്ടൊക്കെ ഉപയോഗിച്ച് ഉള്ളവർ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മ്യൂസിയത്തിലൊക്കെ എടുത്തു വെക്കുമല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചില മ്യൂസിയങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. സ്വന്തം ഭൂമിയിന്മേലുള്ള ഇവരുടെ അവകാശം, വിദ്യാഭ്യാസ അവസരങ്ങൾ, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഉതകുന്ന ക്ഷേമ പദ്ധതികളും അനന്തര നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. അതായത് എന്താണ്, അവരുടെ സ്വന്തം ഭൂമിയിലുള്ള അവരുടെ അവകാശം, അതുപോലെ അവർക്ക് വേണ്ട വിദ്യാഭ്യാസ അവസരങ്ങൾ, അതുപോലെ പോഷകാഹാര ലഭ്യത, അല്ലേ. നമുക്കിപ്പോൾ അട്ടപ്പാടിയിൽ നിന്ന് നമുക്ക് ന്യൂസിലൊക്കെ കേൾക്കാം, അല്ലേ, ജനിച്ച് വീഴുന്ന മക്കളൊക്കെ, അല്ലേ, കുറച്ച് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള മക്കളൊക്കെ, ചില മക്കളൊക്കെ മരിച്ചു പോകുന്നുണ്ട് എന്നുള്ള ഇതൊക്കെ നമുക്ക് ന്യൂസിൽ കേൾക്കാം, അല്ലേ. അവർക്കൊക്കെ എന്തുകൊണ്ടാണ് അവരിതാക്കുന്നത്, പോഷകാഹാര ലഭ്യത, അല്ലേ, അവർക്ക് ആവശ്യമായ, കുഞ്ഞിന് ആവശ്യമായ, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ആവശ്യമായ പോഷകാഹാരത്തിൻ്റെ ലഭ്യത മൂലമൊക്കെ ആയിരിക്കും, അല്ലേ. ആരോഗ്യ സംരക്ഷണം, ഇതൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ക്ഷേമ പദ്ധതികളും അനന്തര നടപടികളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗവൺമെൻറ്റിലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇനി ഗോത്ര ജനതയുടെ കലാ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെ എല്ലാം കൂടി കൂട്ടി ഒരു കുറിപ്പ് തയ്യാറാക്കിയാൽ മതി കേട്ടോ. ലിംഗപദവിയുമായി ബന്ധപ്പെട്ട് അതിരുവൽക്കരണം സംഭവിച്ച ഒരു സാമൂഹിക വിഭാഗമാണ് സ്ത്രീകൾ. അതെ, അതേപോലെ എന്താണ്, അരികുവൽക്കരണം സംഭവിച്ച ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. ഈ താഴെ കൊടുത്തിരിക്കുന്നത് ഒരു അനുഭവക്കുറിപ്പാണ് കേട്ടോ. അതായത് നിലമ്പൂർ ആയിഷ അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. കേരളത്തിൽ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പിൽ നിന്നുള്ള ഭാഗമാണിത്. അവർക്ക് എന്തെല്ലാം വെല്ലുവിളികളാണ് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതായത് എന്താണ് ഇതിൽ പറയുന്നത്, അവർ സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവരനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ. അവർക്ക് എന്താണ് അഭിനയം അന്നത്തെ കാലത്ത് അഭിനയം എന്നൊക്കെ പറയുന്നത് എന്തായിരുന്നു, ഒരു മോശപ്പെട്ട ഒരു പ്രവൃത്തി എന്ന രീതിയിലായിരുന്നു പണ്ടൊക്കെ നിലനിന്നിരുന്നത്. അതുകൊണ്ട് എന്താണ്, അവർ അതിന് പോയപ്പോൾ അവർക്ക് ഒരുപാട് മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ ഇതിൽ പറയുന്നത്. ഇനിയോ, സ്ത്രീകൾ കലാപ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. കലയിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ പല മേഖലകളിലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരികുവൽക്കരിക്കപ്പെടുകയും തുല്യാവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതായത് എന്താണ്, നമ്മുടെ അന്നത്തെ കാലത്തൊക്കെയാണ് സ്ത്രീ ആയതുകൊണ്ട് മാത്രം എന്താണ് ഒരുപാട് കാര്യങ്ങളിൽ എന്താണ് അവർക്ക് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലേ. ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം നമുക്ക് ഇതിൽ പറഞ്ഞു, എന്താണ് നാടകം, അല്ലേ, അവർക്ക് കല, അവർക്കൊരു താല്പര്യം അതിനാണെങ്കിലും പക്ഷേ എന്ത് ചെയ്യപ്പെട്ടിരുന്നു, ഒരുപാട് അതിൽ പോകണ്ട, അല്ലേ, വിവേചനം, അല്ലേ, അവർക്ക് അതിൽ സ്ത്രീകൾ അതിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് മോശമാണ്, അല്ലേ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ എന്താണ് വിദ്യാഭ്യാസം, അല്ലേ, വിദ്യാഭ്യാസത്തിലും സ്ത്രീകൾക്ക് പെട്ടിരുന്നു. സ്ത്രീകൾക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ ഒരു നിലപാടായിരുന്നു പണ്ടുണ്ടായിരുന്നത്, അല്ലേ. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് ഓരോ ആൾക്കാർക്ക് ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളൊക്കെ നമുക്കിതിൽ കാണാം, നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും.
കലാമേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന തെറ്റായ ധാരണയിൽ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അതായത് ഈ കായിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും ഒക്കെ എന്താണ്, സ്ത്രീകൾക്ക് താഴ്ന്ന പദവിക്ക് മാത്രമേ അവർ അർഹരായിട്ടുള്ളൂ എന്നൊരു തെറ്റായ ധാരണ എന്ത് ചെയ്യപ്പെട്ടിരുന്നു, അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. ഇനി ഒരാളെ പരിചയപ്പെടാം. പണ്ഡിത രമാഭായ് 1858 1922. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തി. അതായത് 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും തുല്യതയ്ക്കും വേണ്ടിയിട്ട് ഇടപെട്ട പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആര്? പണ്ഡിത രമാഭായ്. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇവരുടെ പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുന്നത് എന്താണ്? വിധവകളുടെ വിദ്യാഭ്യാസവും അതുപോലെ എന്താണ്, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയായിരുന്നു ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. അതായത് ഇന്ത്യയിലുണ്ടായിരുന്ന സ്ത്രീകൾക്ക് ഏതൊക്കെ രീതിയിലാണ് അവർക്ക് വിഷമങ്ങൾ ഉണ്ടാകുന്നത്, അവരുടെ അവസ്ഥ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചൊരു റിസർച്ച് നടത്തിയിട്ട് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? പണ്ഡിത രമാഭായ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ 2 പേര് തന്നിട്ടുണ്ട്. ആരാണ്? ഫസ്റ്റ് ഡോക്ടർ പുന്നൻ ലൂക്കോസ് 1886 1976. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. അല്ലേ? തുല്യത ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ? നമ്മുടെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ MBBS പഠനം സ്ത്രീകൾക്ക് അവർക്ക് പ്രവേശനം ഇല്ലാത്തതിനാൽ കൊണ്ട് മാത്രം എന്ത് ചെയ്യപ്പെട്ടു? ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ ബിരുദം കരസ്ഥമാക്കിയ ഒരു വ്യക്തിയായിരുന്നു. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തമായി. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു ആര്? ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഇനി ഇവിടെ അടുത്തത് E.K. ജാനകി അമ്മാൾ 1897 1984. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധമായ സസ്യശാസ്ത്രജ്ഞ. അല്ലേ? കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച ആരാണവർ? സസ്യശാസ്ത്രജ്ഞ അല്ലേ? കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം കരിമ്പ് വികസിപ്പിച്ചു. അല്ലേ? അവരെന്ത് ചെയ്യപ്പെട്ടു? കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആയിരുന്നു ആര്? ജാനകി അമ്മാൾ. 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ഇനി സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗപദവി വിവേചനം അനുഭവിച്ചിട്ടുണ്ട്. അല്ലേ? ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. അതായത് എന്താണ്, കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മുടെ നാട്ടിലേക്ക് ഇപ്പം നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്ന ഒരു വിഭാഗക്കാരാണല്ലേ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് അവർ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ജനിച്ച സമയത്ത് ഇപ്പോൾ ഒരു ആൺകുഞ്ഞായിട്ട് ജനിച്ചെന്ന് വിചാരിച്ചോ. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ കുറച്ച് മുതിർന്നൊക്കെ ആളാകുമ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അവർക്ക് സ്ത്രീയിലേക്ക് എന്ത് ചെയ്യപ്പെടുന്ന മാറണം. അവർക്ക് അതിലവരൊട്ടും എന്ത് ചെയ്യപ്പെടുന്ന ഒരു ആൺകുഞ്ഞ് എന്നുള്ള രീതിയിൽ ഒട്ടും കംഫർട്ടല്ല. അവരുടെ മൈൻഡ്, അവരുടെ ഇത് എപ്പോഴും എന്താണ്, താനൊരു സ്ത്രീയാണ് എന്നുള്ള ഒരു
തിരിച്ചറിവ് അല്ലേ, അതുപോലെ തന്നെയാണ് തിരിച്ചും. ഒരു പെൺകുഞ്ഞായിട്ട് ജനിച്ച് അവർ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഇതിൽ അവർ കംഫർട്ടല്ലാത്ത രീതി, അങ്ങനെയുള്ളവരെയാണ് എന്ത് പറയുന്നത്, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ന്യൂനപക്ഷം, മൈനോറിറ്റി. മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിലുള്ള പ്രയോഗമാണത് അല്ലേ. മൊത്തത്തിലുള്ള ജനസംഖ്യ, ടോട്ടൽ പോപ്പുലേഷനിൽ കുറച്ച് കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ വരുന്നത്. ഇനി ഈ ചിത്രം നിരീക്ഷിക്കാൻ അറിഞ്ഞിരിക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ള ലോകം എല്ലാവർക്കും ഒരുപോലെ പ്രാപിക്കുമാവുന്നുണ്ടോ? ഇല്ല അല്ലേ. ഓരോരുത്തർക്കും എന്താണ് ഓരോന്ന് പോലെയാണല്ലേ അവർക്ക്. ഇപ്പം നമുക്ക് ചിലവർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, ചിലവർക്ക് പല രീതിയിൽ അവർ ഓരോ എന്താ പറയുക വ്യത്യാസങ്ങളുണ്ടാവും ഇല്ലേ ഓരോരുത്തർക്കും. ഇനി അതായത് ഇതൊരു വാർത്തയാണ്. എന്താണ്, ശാരീരിക വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിത വിജയം നേടിയ 3 വ്യക്തികളെ സംബന്ധിച്ചൊരു വാർത്ത. ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ അല്ലേ. ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് അല്ലേ, കേട്ടിട്ടുണ്ടാകും. എന്താണ്, ചിലയിടത്ത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഇല്ലേ. അപ്പോൾ നമ്മുടെ ഒരു കൂടെയുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ. നമ്മളെപ്പോലെയൊക്കെ എന്താ പറയുക, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചില ഭിന്നശേഷിയുള്ളവരല്ലേ, ചിലവർക്ക് കണ്ണ് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെവി കേൾക്കാനോ സംസാരിക്കാനോ നടക്കാനോ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട് അല്ലേ. അവരുടെ നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിക്കാരല്ലേ. പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട്. ഓരോ വിഭാഗം ഭിന്നശേഷിക്കും സംഭവിക്കുന്നത് അരികുവൽക്കരണം വ്യത്യസ്ത തരത്തിലാണ് അല്ലേ. ഒരുപാട് തരത്തിലുള്ള എന്ത് ചെയ്യപ്പെടുന്നുണ്ട് വിഭാഗക്കാരുണ്ട് അല്ലേ, ഭിന്നശേഷി വിഭാഗക്കാർ. അവർ അരികുവൽക്കരിക്കപ്പെടുന്നത് ഓരോരോ തരത്തിലാണ്. ഇനി ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 കേട്ടോ. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമം. അതായത് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സാധാരണ ഒരാൾക്ക് കിട്ടുന്ന തുല്യത അല്ലേ, അതെന്ത് ചെയ്യണം, ഭിന്നശേഷിയുള്ളവർക്കും കിട്ടണം. അവർക്ക് ഒരിക്കലും വിവേചനം അനുഭവിക്കാൻ പാടില്ല അല്ലേ. അവരൊരിക്കലും എന്ത് ചെയ്യപ്പെടാൻ പാടില്ല, വിവേചനം അനുഭവിക്കാൻ പാടില്ല. അവർക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്, തുല്യത വേണം. ആ തുല്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. മനസ്സിലായല്ലോ അല്ലേ. ഇനി പാരാലിമ്പിക്സ് അല്ലേ, അതെന്താണ്, ഒരു അത്ലറ്റിക്കാണ് അല്ലേ. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് 1948 ആരംഭിക്കുന്നത് കേട്ടോ. എന്നാണ് 1948. ആർക്ക് വേണ്ടിയാണ്, ഭിന്നശേഷിയുള്ളവർക്കും അത്ലറ്റിൽ മത്സരിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര കായിക ഇനമാണ് കേട്ടോ, കായിക മത്സര ഇനമാണ്. ഇനി അതുകൂടാതെ നമുക്കറിയാമല്ലേ, ഭിന്നശേഷിയുള്ളവർക്ക് ഒരുപാട് പദ്ധതികൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരുപാട് ഗോത്രവർഗ്ഗക്കാർക്കുള്ള ഒരുപാട് പദ്ധതികളൊക്കെ നടത്തുന്നുണ്ടെന്ന്. അതുപോലെ ഭിന്നശേഷിക്കാർക്കും ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ നടത്തുന്നുണ്ട് അല്ലേ. അതിലൊരു 1-2 പദ്ധതികൾ ഞാൻ പറയാം. ഒന്ന് ശ്രേഷ്ഠ പദവി, പിന്നെ സഹജീവനം ഹെൽപ്പ് ഡെസ്ക്, സ്നേഹയാനം, അതുപോലെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, പിന്നെ പ്രത്യാശ. ഇങ്ങനെയുള്ള കുറേ പദ്ധതികളൊക്കെ ഭിന്നശേഷിക്കാരുടെ ഉറപ്പിന് വേണ്ടി, അവരുടെ നിയമ സംരക്ഷണത്തിന് വേണ്ടി ഉള്ള കുറച്ച് പദ്ധതികളാണ്. ഇനി വിവേചനം തടയാൻ ഭരണഘടന. ഫസ്റ്റ് ഡോക്ടർ BR അംബേദ്കർ 1891 1956. ഇന്ത്യൻ ഭരണഘടനാ ശില്പി. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചുല്ലേ, നമ്മുടെ ഭരണഘടന, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഠിച്ചു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ അല്ലേ. ദളിതരുടെ സാമൂഹ്യ
രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ച ഒരാളാണ് അല്ലേ. ദളിത് വിഭാഗക്കാരുടെ സാമൂഹിക രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനയിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു അല്ലേ. നമ്മൾക്ക് അതായത് അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് എന്താണ് ആർട്ടിക്കിൾ 14 തൊട്ട് ആർട്ടിക്കിൾ 35 വരെ എന്താണ് ഒരുപാട് റൈറ്റ്സ് ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് എന്താണ് ഒരുപാട് റൈറ്റ്സ് നമ്മുടെ ഭരണഘടന തരുന്നുണ്ട് അല്ലേ. അതിൽ ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പ് വരുത്തുന്നുണ്ട് അല്ലേ. എന്താണ് ഒരിക്കലും ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ എന്താണ് ഇന്ന ഒരു കാരണം കൊണ്ട് ഒരിക്കലും വിവേചനം അനുഭവപ്പെടരുത്. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ അങ്ങനത്തെ ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്നും അതുപോലെ എല്ലാവർക്കും തുല്യമായ അവകാശമാണ് ഉള്ളത് എന്നും പറയുന്ന ഒരു ഇന്ത്യൻ ഭരണഘടനാ നിയമമാണ് അല്ലേ. ഒരു ആർട്ടിക്കിളാണ്, ഒരു അനുച്ഛേദമാണ് 14 എന്ന് പറയുന്നത്. അതേപോലെ മതം, വംശം, ജാതി, ലിംഗഭേദം, ജനനസ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നു. അതാണ് ആർട്ടിക്കിൾ 15. എന്താണ് ഒരു വ്യക്തി എന്നതല്ലാതെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൻ്റെയോ അതുപോലെ ലിംഗവ്യത്യാസത്തിലോ ജനനസ്ഥലം അല്ലേ ജനിച്ചത് എവിടെ ആയിക്കോട്ടെ അങ്ങനത്തെ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും ഒരാളെ യാതൊരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്ന് അനുശാസിക്കുന്ന നിയമമാണ് ആർട്ടിക്കിൾ 15. എന്തുകൊണ്ടാവും നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത്? എന്തുകൊണ്ടാകും ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായത്? ഒന്ന് ഓർത്ത് നോക്കാം കേട്ടോ. ഇതിൽ 3 തന്നിട്ടുണ്ട്. വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു, സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നു, സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നു. ഇനി എന്താ തന്നിട്ടുള്ളത്? ജാതി വിവേചനത്തിനെതിരെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളും അനുച്ഛേദങ്ങളും ഏതൊക്കെയെന്ന് കണ്ടെത്തി പട്ടിക വിപുലീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 2 അനുച്ഛേദം തന്നിട്ടുണ്ട്. എന്താണ് 14ഉം 15ഉം അല്ലേ. ആർട്ടിക്കിൾ 14 and 15 തന്നിട്ടുണ്ട് ഭരണഘടനയുടെ. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ 2 ആർട്ടിക്കിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിലെ നിയമങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക, കിട്ടുമോ നോക്കി നോക്കൂ കേട്ടോ. ആർട്ടിക്കിൾ ഇതുപോലെ 14, 15, 16 എന്താണെന്നറിയോ? ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് അവസര സമത്വമാണ്. അതായത് പൊതു നിയമങ്ങളിൽ എന്താണ് അവസര സമത്വം. നിയമങ്ങളിലെ അവസര സമത്വമാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. അതായത് ഈ പിന്നോക്കം നിൽക്കുന്ന നമ്മളിപ്പോൾ പറഞ്ഞല്ലോ പിന്നോക്കം നിൽക്കുന്ന ചില വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായിട്ട് പ്രത്യേക പദവികളും നടപടികളും ഗവൺമെൻറ് നടപ്പിലാക്കുന്നതെന്ന് ഭരണഘടന വ്യക്തമാക്കുന്നു. അതാണ് ഈ ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത്. ഇനി ഒരു ആർട്ടിക്കിൾ കൂടെ ഉണ്ട്, ആർട്ടിക്കിൾ 17. എന്താണ്? അയിത്ത നിർമ്മാർജ്ജനം. അതെന്താണ്? തൊട്ടുകൂടായ്മ അല്ലേ. അതൊക്കെ വിവേചനത്തിലായിട്ട് വന്നതാണ് അല്ലേ. തൊട്ടുകൂടായ്മ അതെന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒരു സംഭവം നിലനിൽക്കാൻ പാടില്ല അല്ലേ. അതിനെതിരെ വന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം. പിന്നെ ഒന്ന് പറയുന്നത് ആർട്ടിക്കിൾ 18 ആണ്. അത് പിന്നെ സ്ഥാനപ്പേരുകളൊക്കെയാണ്. സ്ഥാനപ്പേര് എന്താണ്? സൈനികമോ വിദ്യാഭ്യാസപരമോ ആയവ ഒഴികെ വേറൊരു മറ്റേത് ബഹുമതികളും എന്ത് ചെയ്യാൻ പാടില്ല, പേരിനൊപ്പം എഴുതി ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 8. ഇതിൽ വിവേചനമായി ഈ 2 ആർട്ടിക്കിൾ കേട്ടോ. ഇനി എന്താ പറയുന്നത്? പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകൾ, പരിസ്ഥിതി, രാഷ്ട്രീയ സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയാണ് ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കാൻ കാരണമാകുന്നത്. ഇത്രയും പറഞ്ഞത് കൂടാതെ വേറെ ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കാൻ കാരണമാകുന്നത് എന്തൊക്കെയാണ്? സാമൂഹിക വ്യവസ്ഥകൾ, അതുപോലെ അവരുടെ പരിസ്ഥിതി, രാഷ്ട്രീയ സാമ്പത്തിക ഘടകങ്ങൾ, അങ്ങനെയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്.
സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും തുല്യനീതിയുമുള്ള ജനാധിപത്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും എല്ലാവരെയും പരിഗണിക്കുന്ന സാമൂഹിക വ്യവസ്ഥ അത്യാവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അല്ലേ? നിങ്ങൾക്കിപ്പോൾ എന്താ മനസ്സിലായത്? നമ്മുടെ സമൂഹത്തിന് നല്ല രീതിയിലൊരു വളർച്ച ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്താണ് നമ്മൾ തുല്യതയോടെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിവേചനം ചെയ്യാൻ പാടില്ല അല്ലേ? ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡിഫറെൻ്റ്ലി ഏബിൾഡ് അല്ലേ, അങ്ങനത്തെ അതിൻ്റെ പേരിലോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആരെയും വേറൊരു രീതിയിലെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, വേറൊരു രീതിയിൽ അങ്ങനെയൊന്നും കാണാൻ പാടില്ല അല്ലേ? അവരൊക്കെ ഒരിക്കലും വിവേചനം ചെയ്യപ്പെടാൻ പാടില്ല അല്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അതുപോലെ താഴെ ഒന്ന് ഇതാക്കാൻ പറഞ്ഞിട്ട് ഈ സംഭവം കൂടി നിങ്ങളൊന്ന് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. എല്ലാവരെയും പരിഗണിക്കുന്ന സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സാമൂഹിക ഘടകങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ജനാധിപത്യ ക്രമത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിയാൽ മാത്രമേ അരികുവൽക്കരണം ചെറുക്കപ്പെടുകയും തുല്യനീതി പ്രാപികമാവുകയും ചെയ്യുകയുള്ളൂ അല്ലേ? അപ്പം ഇത്രയാണ് 4th ചാപ്റ്റർ എന്ന് പറയുന്നത്. ഒരുവിധമൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പം നല്ലോണം വായിച്ച് പഠിക്കുക. ഇതിൽ ഒരുപാട് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അവരുടെ ഇയേഴ്സും അവർ എന്തൊക്കെ സംഭാവനകളാണ് നൽകിയത്, അതുപോലെ അവർ ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടില്ലേ ആദ്യത്തെ വനിതകളൊക്കെ അല്ലേ, നമ്മൾ ഒരുപാട് ആദ്യമായിട്ട് MBBS എടുത്ത വനിത, അതുപോലെ അവർക്കുള്ള വിശേഷണം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ആദ്യ വനിതാ പ്രതിനിധി, അതുപോലെ ഇവിടെ ജാനകി അമ്മാളിനെ കുറിച്ച് എന്താ പറയുന്നത്, കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ച ഒരാളായിരുന്നു അല്ലേ? അതുപോലെ ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ, പിന്നെന്താണ് അവർക്ക് പത്മശ്രീ പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അവർ ഒരുപാട് നവോത്ഥാന നായകന്മാർ, പിന്നെ അവരുടെ ഡേറ്റുകൾ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത്. ഈ നവോത്ഥാന നായകരെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീടൊക്കെ പഠിക്കാനുണ്ടാവും. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, പറഞ്ഞ പോലെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ മാത്രമാണ് ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി വായിക്കുക, നന്നായി വായിച്ച് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് കാണാം. ബൈ.